ഹലോ, ഞാനിവിടെ ഒരു പേപ്പർ പാറ്റേൺ വെച്ച് ഒരു ലോങ് കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പേപ്പർ പാറ്റേൺ കൊണ്ട് ഒരു ലോങ് കുർത്തി എളുപ്പമെന്ന് കട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ അളവിൽ ഒരു പാറ്റേൺ തയ്യാറാക്കി വെക്കുക. 47 ഇറക്കമുള്ള ഒരു ലോങ് കുർത്തിയുടെ പാറ്റേണാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. തയ്യൽ തുമ്പ് അടക്കമാണ് ഞാനത് റെഡിയാക്കിയിരിക്കുന്നത്. തയ്യൽ തുമ്പ് നമുക്ക് ചെറുതായിട്ട് മടക്കി വെച്ചാൽ നമ്മുടെ തയ്യൽ പോകേണ്ട സ്ഥലത്തും നമുക്ക് ലൈനിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഒരു പേപ്പർ പാറ്റേൺ നിങ്ങളുടെ അളവിൽ തയ്യാറാക്കി വെച്ചിരുന്നാൽ നമുക്ക് അത്യാവശ്യമായിട്ട് അധികം സമയമെടുക്കാതെ തന്നെ ഒരു കുർത്തിയോ ഷോർട്ട് കുർത്തിയോ എന്ത് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റും. ആ ലോങ് കുർത്തിയുടെ കൈയുടെ പാറ്റേണാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് മുകളിൽ നേരെ തന്നെ വരച്ചാൽ മതി. 1/2 ഇഞ്ച് ഇറക്കി വെട്ടിയിട്ടില്ല. അത് നമുക്ക് തുണി വെട്ടുമ്പോൾ അത് നെക്കിൻ്റെ അളവ് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് അടക്കം നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗം കഴിഞ്ഞ് നമ്മൾ സ്ലിറ്റിലോട്ടാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. സ്ലിറ്റ് ലോങ് കുർത്തി ആയതുകൊണ്ട് തന്നെ സ്ലിറ്റ് 20-ന് ശേഷം നമ്മൾ ഒരു 47 ഉള്ളത് ഒരു 48.5 വരെ നമ്മൾ സ്ലിറ്റ് വരച്ചു. ഇനി സ്ലിറ്റ് വരച്ചതിന് ശേഷം പാറ്റേണിൻ്റെ മുകളിൽ എന്തെങ്കിലും കട്ടിയുള്ളത് എടുത്ത് വെച്ച് സ്കെയിൽ വെക്കാം. സ്കെയിൽ വെച്ചതിന് ശേഷം സ്റ്റിച്ച് വരേണ്ട ഭാഗത്തോട്ടാണ് നമുക്ക് ലൈനിട്ട് കൊടുക്കേണ്ടത്. സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് അതായത് കൈക്കുഴിക്ക് ശേഷം കൈക്കുഴിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഷേപ്പിലോട്ട് എത്തിച്ച് ഷേപ്പിൽ നിന്ന് സ്ലിറ്റിലോട്ട് എത്തിക്കുക. സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മളൊരു 3/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പിട്ടിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കണം. അധികം ഇട്ട് കഴിഞ്ഞാൽ സ്ലിറ്റ് തയ്ക്കുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. സ്ലിറ്റിൻ്റെ ഭാഗത്ത് വൃത്തിയില്ലെങ്കിൽ ചുരിദാർ ക്ലിയർ ആവില്ല. അതുകൊണ്ട് സ്ലിറ്റിൻ്റെ ഭാഗത്ത് 3/4 ഇഞ്ചാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് എത്രയാണ് നമ്മുടെ കഴുത്തിൻ്റെ അകലം വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യാം. ഒന്നും കൂടി ക്ലിയറായിട്ട് വരച്ച് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടുകയും കൂടി ചെയ്യണം. ഫ്രണ്ട് പാർട്ടിലാണ് 1/2 ഇഞ്ച് വരച്ചു കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്യാം. അതിന് ശേഷം താഴത്തുനിന്ന് തുണി മാറ്റിയിട്ട് വേണം ആ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടുന്നത്. ഫ്രണ്ട് ഭാഗത്ത് മാത്രമാക്കി ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കഴുത്തിൻ്റെ ഭാഗം കഴിഞ്ഞു. 1/2 ഇഞ്ച് ഇറക്കി കട്ട് ചെയ്തു. കൈ വേണ്ടതാണ്, അവിടെ ശ്രദ്ധിച്ച് ചെയ്യണം. കൈക്കുഴിയുടെ ഭാഗത്ത് കട്ട് ചെയ്തു. നമ്മൾ ആദ്യം വരച്ച ലൈനിൽ കൂടിയാണ് കട്ട് ചെയ്യുന്നത്. രണ്ടാമത് വരച്ചത് നമുക്ക് ഒരു പീസ് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. കൈക്കുഴിയുടെ ഭാഗം ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് ഷേപ്പിലോട്ട് കട്ട് ചെയ്ത് പാറ്റേൺ ഇനി വേണമെന്നില്ല, അവിടെ നമ്മൾ വരച്ചിട്ടിട്ടുണ്ടല്ലോ. നമുക്ക് താഴത്തുനിന്ന് കട്ട് ചെയ്ത് തുടങ്ങാം. താഴത്തുനിന്ന് കട്ട് ചെയ്ത് സ്ലിറ്റിൻ്റെ ഭാഗം വരെ. നല്ല ലോങ് കുർത്തി ആയതുകൊണ്ട് തന്നെ സ്ലിറ്റ് അധികമുണ്ട്. 20 തൊട്ടാണ് സ്ലിറ്റ് തുടങ്ങിയേക്കുന്നത്. അതാണ് സ്ലിറ്റ് അധികമായിട്ട് തോന്നുന്നത്. ഒരു ലോങ് കുർത്തി ആയതുകൊണ്ട് തന്നെയാണ് സ്ലിറ്റ് നമുക്ക് അധികം പോലെ തോന്നുന്നത്. ഇനി നമുക്ക് നോച്ചിട്ട് കൊടുക്കണം. സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഫസ്റ്റ് ഒരു നോച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ സുഖമായിരിക്കും. തയ്ക്കുന്ന എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ നോച്ചിട്ട് കൊടുക്കുന്നത്. ഷേപ്പിൻ്റെ ഭാഗത്തിടുക.
കൈക്കുഴിയുടെ ഭാഗത്തും ഒരു ചെറിയ നോച്ചിട്ട് കൊടുക്കണം. തയ്യൽ നമ്മുടെ അവിടെയാണ് വരുന്നത്. താഴത്ത് കഴുത്തിൻ്റെ ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്കൊരു പാറ്റേൺ തയ്യാറാക്കി വെച്ചിരുന്നാൽ അധികം സമയമെടുക്കാതെ തന്നെ നമുക്കൊരു ലോങ് കുർത്തി തയ്യാറാക്കാൻ സാധിക്കുന്നില്ലേ. ഇനി ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസിലെ കൈക്കുഴി 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടുന്നത് ചെയ്യാം. കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെ പണി ഏതാണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കൈയാണ് വേണ്ടത്. ഒരു ലോങ് കൈയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഇതിലൊരു ലോങ് കൈ കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കൈക്ക് കിട്ടുന്ന നീളം എടുക്കാം. എന്നിട്ട് ചെറിയൊരു പീസ് ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഇറക്കം അങ്ങനെ ഒരു ചെറിയ പീസ് ജോയിൻ ചെയ്യുകയും ചെയ്തിട്ട് ഇറക്കം ഇത്തിരി കൂടി കൂട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൈയിൻ്റെ പാറ്റേണും നമുക്ക് വെട്ടി വെക്കുന്നത് കാരണം കൈയും എളുപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ടിങ്ങിൻ്റെ ഈ പാറ്റേൺ തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക. മെസ്സേജ് ഇട്ടാൽ പാറ്റേൺ തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. ഇനി പാറ്റേൺ നിങ്ങളുടെ അളവിൽ പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. കൈയുടെ തുമ്പത്ത് നമുക്ക് ഒരു 1/2 ഇഞ്ച് ഇറക്കി വെട്ടിയാലാണ് അത് മടക്കി തയ്ക്കുമ്പോൾ ഉപകാരത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി പാറ്റേൺ നമുക്ക് മടക്കി വെക്കാം. മടക്ക് വരാതെ വേണം നമുക്ക് മടക്കി വെക്കാൻ. അതിനുശേഷം നമ്മൾ ആരുടെ പാറ്റേൺ ആണോ നമ്മൾ എടുത്തത് അതൊരു പേപ്പറിൽ എഴുതി ഒരു റബ്ബർ ബാൻഡ് ഇട്ട്, മടക്കലല്ല ഞാൻ ചെയ്യുന്നത്, ശ്രദ്ധിച്ചല്ലോ, ഒരു റബ്ബർ ബാൻഡ് ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഇനിയും ഈ അളവിൽ നമുക്ക് വീണ്ടും കട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതേപോലെ പാറ്റേൺ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങളുടെ അളവ് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അളവിൽ പാറ്റേൺ തയ്യാറാക്കി നിങ്ങൾക്ക് അയച്ചു തരാം. അത് പേപ്പർ പാറ്റേണോ അല്ലെങ്കിൽ നൈറ്റിയുടെ ബിറ്റിലുള്ള പാറ്റേണോ നിങ്ങളുടെ കുർത്തിയുടെ പാറ്റേണോ എന്താണെങ്കിലും നിങ്ങളുടെ അളവിൽ തയ്യാറാക്കി അയച്ചു തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക.